ഹലോ ആൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ദിവസം വീട്ടിലങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാം, വൺ ഓഫ് മൈ സിസ്റ്ററാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു വെൽ കുക്കാണ്, സൂപ്പർ കുക്കാണ്. അപ്പോൾ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കടുക് പൊട്ടുന്നതിൻ്റെ. പുള്ളിക്കാരി വന്നാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാതെ ഞാൻ വിടത്തില്ല. പുള്ളിക്കാരി വന്നപ്പോൾ നല്ല ഫ്രഷ് അയല ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഫ്രഷ് അയല കൊണ്ടൊരു അയലക്കറി വയ്പ്പിക്കാം പുള്ളിക്കാരിയെ കൊണ്ടുവന്ന്. നാളെ ഞാൻ കാണിക്കാം, അയലക്കറിയും കാണിക്കാം. അടുക്കളയിൽ തിരക്കാണ്. അപ്പം നല്ല അയലക്കറിയും കുറച്ച് പയറിട്ടൊരു പയർ തോരനും കപ്പയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിക്കാരിയുടെ കുക്കിംഗ് വിശേഷങ്ങൾ കാണാം. ഓക്കെ, കാണാം. ഹലോ, എന്താ പരിപാടി? മീൻ കടുക് താളിക്കും. മീൻ കടുക് താളിക്കുകയാണ്. നിങ്ങൾ മീനിന് കടുകൊക്കെ താളിക്കും അല്ലേ? സാധാരണ ഞങ്ങളാരും മീൻ എങ്ങനെ കടുക് കളിക്കാറില്ല. ഞാൻ താളിക്കും. ആണോ? അപ്പോൾ എന്താ പ്രത്യേകത? അപ്പോൾ ദിസ് ഈസ് ശ്രീകുട്ടി നിരഞ്ജന, എൻ്റെ സിസ്റ്ററാണ്. വല്ല ആണ്ടിൽ സംക്രാന്തിക്കാണ് ഇതുപോലെ വരുന്നത് വീട്ടിൽ. അപ്പോൾ നല്ലൊരു പാചകക്കാരിയാണ്. മിക്കവാറും എൻ്റെ എല്ലാ സിസ്റ്റേഴ്സും പാചകക്കാരിയാണ്. മിക്കവാറും എൻ്റെ എല്ലാ സഹോദരിമാരും എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നക്ഷത്ര, ശ്യാമ, വൈഷ്ണവി, ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കക്ഷി ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്നത് അല്ലേ? ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അയല ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ഒന്ന് കറി വെപ്പിക്കാം. എനിക്ക് എപ്പോഴും പറയാറുണ്ട് വന്ന് കറി വെച്ച് തരാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് വന്ന് കുക്ക് ചെയ്ത് തന്നു. താങ്ക് യു. അപ്പോൾ എന്താണിത്? അയലക്കറിയാണല്ലേ? താളിച്ചു. വേറെന്താ ഉള്ളത്? കാണിക്കാമോ? വള്ളിപ്പയർ തോരനുണ്ട്. വള്ളിപ്പയർ തോരൻ അല്ലേ? ഓ നൈസ്. ഇത് എന്ത് ഭംഗിയായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇത് ആരരിഞ്ഞത്? അത് സിനിമയിൽ ദെൻ എന്താ കപ്പയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ചെറിയ ഈസി മീലാണ് അല്ലേ? പെട്ടെന്ന് കഴിക്കാനുള്ളൊരു മീലാണ്. നമ്മുടെ ശ്രീകുട്ടി നിരഞ്ജന എൻ്റെ സിസ്റ്ററാണ് പുള്ളിക്കാരി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ല. സന്തോഷം. ഞാൻ ഒത്തിരി നാളോട് എന്നോട് പറയും, ശ്രീമേ എനിക്ക് എന്തെങ്കിലും നിന്റെ കൈ കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ഉണ്ടാക്കി തരണമെന്ന്. കാരണം അവള് വീട്ടിലങ്ങനെ വരുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ വന്നപ്പം, ഇന്നലെ ഞാൻ ഇവിടെ എത്തിയതാണ്. സത്യം പറഞ്ഞാൽ രാവിലെ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തായാലും വന്നത് അവളുടെ ആഗ്രഹമില്ലത് ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണ് വിശേഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്ന് പറയേണ്ട കാര്യമില്ല, സഹോദരിമാരുടെ ഉത്തരവാദിത്വം തന്നെയാണ് അല്ലേ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഊണ് വിശേഷം. ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോകണം. ഇനി എൻ്റെ ഒരു വേറൊരു സിസ്റ്ററിൻ്റെ ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഉള്ള പ്രിപ്പറേഷൻസൊക്കെ നടത്തണം. പാർലറിലൊക്കെ പോകണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു ഹൊറർ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെവിൾ ഇൻ ഒഹിയോ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലെ ഒരു ഹൊറർ സീരീസ്. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കയറി ആ സീരീസ് കാണുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലി എൻ്റെ മുറ്റം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുറ്റം നല്ല വൃത്തിയായിട്ട് ഞാൻ ഇന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം. കണ്ടോ, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേ എൻ്റെ ചെടികൾ. ദിസ് ഇസ് മൈ ഇൻഡോർ പ്ലാന്റ്സ് ആണ് പലതും വീട്ടിനകത്ത് വച്ചിരിക്കുന്നത്. മുറ്റം നല്ല വൃത്തിയാക്കി. ദേ എൻ്റെ ഇവിടുത്തെ പ്ലാന്റ്സും ചെടികളും. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീട്ടുമുറ്റത്ത് ചെടികൾ. പിന്നെ മുകളിലും കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഇതേണ്ട ഇവിടെ കുറച്ച് ചെടികളുണ്ട് കണ്ടോ. പിന്നെ ദിസ് ഇസ് മൈ മുരിങ്ങ. ഇതിൽ ഇല ഒടിഞ്ഞു പോയതാണ് കഴിഞ്ഞ കാറ്റത്ത്. വീണ്ടും ഇലകൾ നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ കത്തിരി ചെടി അസ്യൂഷൻ ഞാൻ മിക്കവാറും എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ കാണിക്കുന്നതാണ്. ദേ കണ്ടോ, വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വിത്തായിട്ടുണ്ട് കത്തിരി. കത്തിരി അല്ല, സോറി, വഴുതന.
വഴുതനയിൽ വിത്തായിട്ടുണ്ട്. ഈ വിത്തിന് പാകം എടുത്ത തൈകൾ ഉണ്ടാക്കണം. പിന്നെ ഇത് മറ്റേ മധുരച്ചീര. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടുമുറ്റത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി എപ്പോഴെങ്കിലും വരാം. ഞാൻ ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇടുന്ന ആളല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ വീഡിയോ ഇടാറുണ്ട്. അപ്പം വീഡിയോസിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ആ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ പുതിയ വീഡിയോകളായിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.